തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് UDF വമ്പിച്ച വിജയം നേടിയെന്ന വാർത്ത തെറ്റ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വമ്പിച്ച വിജയം നേടിയെന്ന വാർത്ത തെറ്റെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വ്യാപകമായ പ്രചാരവേലയാണ് മാധ്യമങ്ങൾ സംഘടിപ്പിച്ചത്. UDFന് 17 സീറ്റും LDFന് 11 സീറ്റും BJPക്ക് 3 സീറ്റുമാണ് ലഭിച്ചത്. അതിൽ 3 സീറ്റ് UDF അംഗങ്ങൾ മാറിയതിൻ്റെ ഫലമായി ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ്. ആ 3 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു. അതും LDF അക്കൗണ്ടിൽ കൂട്ടി. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പർവ്വതീകരിച്ച് കാണിച്ചതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് LDF വലിയ പരാജയത്തിലേക്ക് പോയെന്ന് പറയുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. 3 പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടപ്പെട്ടത് പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിനെതിരായ തരംഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന പ്രചാരണമാണ് നടക്കുന്നത്. അത് തെറ്റാണെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. സംസ്ഥാനത്തെ 31 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബുധനാഴ്ച ഫലം വന്നപ്പോൾ UDF 17 സീറ്റിലും LDF 11 സീറ്റിലുമാണ് വിജയിച്ചത്. നേരത്തെ LDFന് 15 സീറ്റും UDFന് 13 സീറ്റും BJPക്ക് 3 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നാട്ടിക, പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ, ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് LDFന് ഭരണം നഷ്ടപ്പെട്ടത്. LDFിൽ നിന്ന് UDF 9 സീറ്റുകളും UDFിൽ നിന്ന് LDF 4 സീറ്റുകളും പിടിച്ചെടുത്തു. BJPയിൽ നിന്ന് LDF 1 സീറ്റും UDFിൽ നിന്ന് BJP 1 സീറ്റും പിടിച്ചു. 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 102 സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയിരുന്നു. 61.87% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു.